ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? അങ്ങനെ ഓണത്തിൻ്റെ ഓഫറെല്ലാം കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഓണം കോംബോസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒന്ന് രണ്ട് കോംബോ കൂടി നമുക്ക് അനൗൺസ് ചെയ്യാനുണ്ട്. അത് നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അതിനു മുന്നേ നമുക്കിപ്പോൾ സെയിലിനായിട്ട് ബാക്കിയുള്ള വലിയ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ ഏതൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളതിൽ കുറച്ച് ഫ്രാഗ്രൻസ് ഉള്ള റോസുകളുണ്ടായിരുന്നു. അതിൽ ഒരു റോസായിരുന്നു നമ്മുടെ ഡീല മാൽമേഷൻ അല്ലെങ്കിൽ ഡോക്ടർ റോസ് എന്നെല്ലാം പറയപ്പെടുന്ന റോസ്. അതിപ്പോൾ നമുക്ക് ഏതാനും എണ്ണം സെയിലിനായിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണിക്കുന്ന റോസുകളിൽ ഒരുപാടൊന്നുമില്ല. ലാസ്റ്റ് റൗണ്ട് വരുന്ന കുറച്ച് 1, 2, 3 എണ്ണം ഒക്കെയാണ് നമുക്കിപ്പോൾ സെയിലിനുള്ളത്. എല്ലാം ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട. നമുക്കിത് നാടൻ റോസിലും വരാറുണ്ട്, പക്ഷേ ഇത് ഗ്രാഫ്റ്റഡിലാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത്. ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സിലാണ് കുറച്ചും കൂടെ സ്ട്രോങ് എന്ന് ഗ്രാഫ്റ്റ് പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് മനസ്സിലാകും. ഇനി നമുക്ക് സെയിലിനായിട്ടുള്ളത് ഫ്രാഗ്രൻസ് ഒന്നുമില്ല, പക്ഷേ കാണാനുള്ള ഭംഗി കൊണ്ടാണ് ഈ റോസ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേര് റൊണാൾഡ് റീഗൻ എന്നാണ് ഐഡി പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിൻ്റെ പെറ്റലിൻ്റെ അടിഭാഗത്ത് വൈറ്റ് കളറും മേലെ നല്ല ഡാർക്ക് പിങ്ക് കളറുമാണ്. ഇതിപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട്. നമ്മുടെ കാറ്റലോഗിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റോസ് വെറൈറ്റിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് മറ്റൊരു ഫ്രാഗ്രൻസ് ഉള്ള റോസാണ്, നമ്മുടെ വയലറ്റ് റോസാണ്. വയലറ്റ് റോസിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്. അതും നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം 8 ഇഞ്ച് പോട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റേറ്റും നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പോട്ട് വലുതാവും തോറും പ്ലാന്റ്സിൻ്റെ സ്ട്രെങ്ത് കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത. വലിയ പ്ലാന്റ്സ് അത്യാവശ്യം റേറ്റിലും ചെറിയ പ്ലാന്റ്സ് ചെറിയ റേറ്റിലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രാഗ്രൻസ് സുന്ദരി ഡബിൾ ഡിലൈറ്റിനെ കാണാം. ഡബിൾ ഡിലൈറ്റിൻ്റെയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബുഷായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോഴും നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഈ മണമുള്ള സുന്ദരിയെ ഇനിയും സ്വന്തമാക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം നമ്മുടെ കാറ്റലോഗ് ഒന്ന് സന്ദർശിച്ചാൽ മതി. അതിലെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ഇതിന് ആദ്യമേ ഒരു ലൈറ്റ് പിങ്ക് കളറിലൂടെയാണ് ഇത് കടന്നു വരുന്നത്. പിന്നീട് പോകെ അതൊരു ഡാർക്ക് പിങ്കിലേക്കും അതിസുന്ദരമായ സുഗന്ധത്തോടു കൂടി നിൽക്കുകയും ചെയ്യുന്ന ഒരു സുന്ദരി പൂവാണ് നമ്മുടെ ഡബിൾ ഡിലൈറ്റ് റോസ്. വലിപ്പവും സുഗന്ധവും നിറവും എല്ലാം കൂടി ചേർന്ന് ഒരു വലിയ സുന്ദരി തന്നെയാണ്. ഇനി നമുക്ക് മറ്റൊരു സുഗന്ധമുള്ള സുന്ദരിയെ കാണാം. നമ്മുടെ സ്ട്രൈപ്സ് സുന്ദരി കൊൽക്കത്ത 300 എന്നറിയപ്പെടുന്ന റോസാണ്. ഇതിൻ്റെയും നല്ല വലിയ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇനിയും ഇത് സ്വന്തമാക്കിയിട്ടില്ലാത്തവർ, ഇത് വിരിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ ആകെ മണം പരക്കുന്നു എന്നാണ് പല കസ്റ്റമേഴ്സും എന്നോട് പറയാറുള്ളത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. പക്ഷേ ഈ റോസ് ഞാൻ ഇതുവരെ വളർത്തിയിട്ടില്ല. അതുകൊണ്ട് സെയിലിന് കൊണ്ടുവരുന്ന പൂവ് വിരിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു സ്മെല്ല് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ വളർത്തിയിട്ടുള്ള സുഗന്ധം ആസ്വദിക്കുന്ന നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഞാൻ ഇതുവരെ കൊൽക്കത്ത റോസ് വളർത്തിയിട്ടില്ല. ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതും നമുക്ക് സെയിലിനായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വലിയ പ്ലാന്റ്സ് ആണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വലിപ്പം, നിറം, മണം എന്ന് മാത്രമല്ല ഈ സ്ട്രൈപ്സും കൂടി വന്നിട്ടുള്ള ഒരു സുരസുന്ദരിയാണ്. ഇനി നമുക്ക് ക്രീപ്പർ ജാക്കിയാണ്. ക്ലൈമ്പിംഗ് റോസ് ഇഷ്ടമുള്ളവരുടെ സെക്ഷനാണ്. ക്രീപ്പർ ജാക്കി ചെറിയ കുഞ്ഞ് ഇലകളോട് കൂടിയിട്ട് വൈറ്റും യെല്ലോയും കലർന്നിട്ടുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ക്രീപ്പർ ജാക്കി നമുക്ക് സെയിലിനായിട്ടുണ്ട്. സെയിം കളർ കോമ്പിനേഷനുള്ള മറ്റൊരു പ്ലാന്റാണ്. നമ്മൾ കഴിഞ്ഞൊരു ദിവസം ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ അഹല്യ യെല്ലോ റോസ്. അതും നമുക്ക് ഏതാനും എണ്ണം സെയിലിനായിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഷോർട്ട് വീഡിയോ വന്നതോടുകൂടി വളരെ കുറച്ച് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നന്നായി പൂക്കുന്ന റോസുകളിൽ ഒന്ന് ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് മറ്റൊരെണ്ണം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പീച്ച് റോസ്. ഇത് നാടനിലും ബഡിലും എല്ലാം വരാറുണ്ട്. ഇതും ഭയങ്കര സുന്ദരമായിട്ട് പൂക്കുന്ന, നമ്മുടെ നാട്ടിൽ ഡെയിലി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ഏതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് ഈ ഒരു പേരും പിന്നീട് നമ്മുടെ അഹല്യ യെല്ലോ ആണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്ലാന്റ്സും നമുക്ക് ഏതാനും എണ്ണം ഇപ്പോൾ സെയിലിനായിട്ടുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കാറ്റലോഗ് നോക്കിയാൽ മതി. അതുപോലെ ഇത് ഈ ഒരു പ്ലാന്റ് സൈസാണുള്ളത്. ഇത്രയും ബുഷായിട്ടുള്ള നല്ല പ്ലാന്റ്സാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ അതാണിപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള വെറൈറ്റികളിൽ ഒരെണ്ണം. ഇനി നമുക്കുള്ളത് നമ്മുടെ ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസിൻ്റെ പ്ലാന്റ്സ് ഏതാനും എണ്ണം നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട്.
ഓർക്കിഡ് റോസ് പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് റോസ് വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ്. ഓർക്കിഡ് റോസിൻ്റെ നാടൻ ചെടികൾ പലർക്കും പിടിച്ച് കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പലരും കംപ്ലൈൻ്റൊക്കെ ഇടയ്ക്ക് പറഞ്ഞ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നില്ല. ഇടയ്ക്ക് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നാടൻ ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം എല്ലാവർക്കും പിടിച്ചു എന്നാണ് മനസ്സിലായത്. ഇപ്പോൾ നാടൻ ഒട്ടും പിടിക്കുന്നില്ല എന്നുള്ളവർക്ക് നമുക്ക് ബഡിൽ ഓർക്കിഡ് റോസുകൾ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. നാടനേക്കാളും കൂടുതലും പൂത്തുലയുന്ന റോസാണ് ബഡ് റോസ്. നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു സംഗതിയുണ്ട്, നമ്മുടെ ഈ തമിഴ്നാട്ടിലും മറ്റും എല്ലാം തന്നെ മദർ പ്ലാന്റുകളായിട്ട് ഒരിക്കലും അവർ കട്ടിങ്സ് വെറൈറ്റികൾ, അതായത് നാടൻ ചെടികൾ വയ്ക്കാറില്ല. എല്ലാം ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് മാത്രമേ വയ്ക്കാറുള്ളൂ. കാരണം ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ നാൾ നിൽക്കുന്നതും ലൈഫ് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ് എന്നാണ് അവർക്ക് ഉള്ള അനുഭവം. അതുപോലെയാണ് നമ്മളിൽ പലരും റോസ് വളർത്തുന്ന എക്സ്പേർട്ടായിട്ടുള്ള പലരും പറയാറുണ്ട് ബഡ് റോസുകളാണ് ലൈഫ് ഉള്ളതെന്ന്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് നമ്മളെപ്പോഴും മതിമറന്ന് കണ്ടിട്ടുള്ള ഒരു സുന്ദരിയാണ് നമ്മുടെ പ്രിയതമ റോസ്. പ്രിയതമ അല്ലെങ്കിൽ ബിവിച്ച് എന്നെല്ലാം പേര് വിളിക്കപ്പെടുന്ന ഈ ഒരു പിങ്ക് റോസ് സുന്ദരിയുടെ പ്ലാന്റ്സ് കുറച്ചുകൂടി നമുക്ക് സെയിലിനായിട്ട് ഇപ്പോഴുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേർ എന്നോട് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്ലാന്റ് കിട്ടുമോ, എത്ര രൂപയാണെങ്കിലും വേണ്ടിയില്ല, ഇതിൻ്റെ ഒരു തൈ കിട്ടുമോ എന്നെല്ലാം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് പലരും ഈ ഒരു റോസിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നെല്ലാം വളരെ ഭാവനാത്മകമായിട്ട് എന്നോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു പ്ലാന്റും നമുക്കിപ്പോൾ സെയിലിനായിട്ട് ഉണ്ട്. ഇത് ഒരു DA ഷേപ്പെല്ലാം വരുന്ന ഒരു റോസാണ്. നമ്മളെ ഒരുപാട് പേരെ മോഹിപ്പിച്ചിട്ടുള്ള റോസാണ്. ഒരുപാട് തിരഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു റോസ് സെയിലിന് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്തോറും എനിക്കെന്തോ ഭയങ്കരമായ സന്തോഷമാണ്. ചില അനുഭവങ്ങളും അതുപോലെ ചില കാഴ്ചകളും നമ്മൾ ഒരിക്കലും മറക്കാറില്ല. അതുപോലെ ഒന്നാണിത്. ഇനിയുള്ളത് ക്ലൈംബിംഗ് റോസ് വെറൈറ്റിയാണ്, ഐസ് ലവ് റോസാണ്. അതിൻ്റെ ഐസ് ലവ് റോസും അതുപോലെ മിഡ് നൈറ്റ് ക്ലൈംബറും പിന്നെ പെർഫ്യൂം ബ്രീസിൻ്റെയും കൂടി ഒരു കോംബോ വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു. കുറച്ചുകൂടി ബാക്കിയുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് കോംബോ ആയിട്ട് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഐസ് ലവ് റോസ് ഒറ്റയായിട്ട് വാങ്ങണമെന്നുള്ളവർക്കും വാങ്ങാം. അതുപോലെ പെർഫ്യൂം ബ്രീസും പെർഫ്യൂം ബ്രീസും അതുപോലെ തന്നെ നമ്മുടെ മിഡ് നൈറ്റ് ക്ലൈംബറും അല്ലെങ്കിൽ നൈറ്റോൾ എന്നറിയപ്പെടുന്ന റോസും സിംഗിളായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല വലിയ പ്ലാന്റ്സാണ്. ഈ പ്ലാന്റ്സ് ഒന്നും വാങ്ങുന്നവർക്ക് ഒരിക്കലും ഒരു സങ്കടവും തോന്നത്തില്ല. കാരണം ഇതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നീളത്തിൽ വളർന്നിട്ടുള്ള പ്ലാന്റ്സാണ്. അത് ഇന്നലത്തെ കോംബോ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലും വില കുറച്ച് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അത്രയും വരെ എത്തിച്ച് ഒരു കോംബോ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഇത് നമ്മുടെ മിഡ് നൈറ്റ് ക്ലൈംബറാണ്. നൈറ്റോൾ എന്നറിയപ്പെടുന്ന റോസാണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ, സൂപ്പറാണ് കാണാൻ. വീഡിയോയിൽ കാണുന്നതിലും ഭയങ്കര കണ്ണം ചെയ്യുന്ന കളറോട് കൂടിയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് നമ്മുടെ മിഡ് നൈറ്റ് ക്ലൈംബർ. അതിൻ്റെ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീണ്ട വലിയ ബ്രാഞ്ചസോട് കൂടിയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചെടികളാണ്. അപ്പോൾ നിങ്ങൾ കാർട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതിൻ്റെ കോംബോയുടെ റേറ്റും അതുപോലെ സിംഗിളായിട്ടുള്ള റേറ്റും ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നാടനിൽ മാത്രം വരാറുള്ള അതല്ലെങ്കിൽ നാടനിൽ മാത്രം പലരും ആവശ്യപ്പെടാറുള്ള ഒരു പ്ലാന്റാണ് നമ്മുടെ യെല്ലോ 7 days അല്ലെങ്കിൽ നാടൻ യെല്ലോ. അതിൻ്റെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോഴും നമുക്ക് സെയിലിനായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു നാടൻ വെറൈറ്റി, ഇതൊരു ഓൺ റൂട്ടഡ് പ്ലാന്റ് വെറൈറ്റിയാണ്. ഇത് നമുക്കിപ്പോൾ പർപ്പിൾ ഫെയറി എന്ന് നമ്മൾ പേരിട്ടിട്ട് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ പെഡൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് ഈ അടുത്ത സമയത്തായിട്ട് അറിയാൻ കഴിഞ്ഞത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ അറൈവലാണ്. അപ്പോൾ ഇത് കുറേയധികം പേർ വാങ്ങിച്ചിട്ടുണ്ട്. ഏതാനും ചെടികൾ കൂട്ടി നമുക്ക് സെയിലിനായിട്ട് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ, ഇതിൻ്റെ കളർ ഭയങ്കര രസമാണ് കാണാൻ. ഈ ഒരു കളറ് നമുക്ക് ഫെയറി റോസിൽ ഈ ഒരു കളറും അങ്ങനെ വന്നിട്ടില്ല. ഇതിപ്പോൾ ഒരു പുതിയ വെറൈറ്റിയാണ്. അതുപോലെ നമുക്ക് പണ്ട് തൊട്ടേ വരാറുള്ള റെഡ് ക്ലൈംബിംഗ് റോസും നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതും വലിയ പ്ലാന്റാണ്. ഇതും ഞാൻ കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോംബോകളെ കുറിച്ച് സംസാരിക്കാം. നമുക്കിപ്പോൾ ബഡ് റോസുകളുടെ 10 കോംബോ നമ്മൾ 700 രൂപയ്ക്ക് ഇട്ടിരുന്നു. പക്ഷേ അതെല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ്. അത് കുറച്ച് വലിയ പ്ലാന്റ്സ് ആയിരുന്നു. പിന്നീട് നമ്മൾ 500 രൂപയ്ക്ക് 10 റോസിൻ്റെ ഒരു കോംബോയും ഇട്ടു. അതൊന്നും നമുക്ക് അനൗൺസ് ചെയ്യാനേ പറ്റിയില്ല, ചോദിച്ചവർക്ക് മാത്രം കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഇടുന്നത് ഇത്
199 രൂപയ്ക്ക് 5 റോസ് എന്നുള്ളൊരു കോംബോയാണ് നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഇരിക്കുന്ന ചെടികളാണ്. നമുക്ക് കുറേ അധികം വെറൈറ്റീസ് ഉണ്ടായിരുന്നു, എന്നാലിപ്പോൾ എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ അല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള 5 കളർ അല്ലെങ്കിൽ 5 വെറൈറ്റി റോസുകൾ നിങ്ങൾക്ക് 199 രൂപയ്ക്ക് തരിക എന്നുള്ളതാണ് ഈ കോംബോ. അപ്പോൾ ഈ കോംബോയിൽ അഡീഷണൽ CC ഉണ്ടാകും. 199 രൂപയ്ക്ക് 5 റോസും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ ഓണത്തിന് നമ്മൾ ഓരോരോ പ്ലാന്റ് വെച്ചിട്ട് എല്ലാ പേർക്കും ഗിഫ്റ്റെല്ലാം കൊടുത്തിരുന്നു. പക്ഷേ കോംബോക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയും കൊടുക്കാൻ വിചാരിച്ചില്ല. പക്ഷേ ഈ ഒരു കോംബോ വാങ്ങുന്നവർക്ക് നമുക്കിവിടെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് ചെടികൾ ഉണ്ട്. അതായത് നമുക്ക് സെയിൽ 2ഉം 3ഉം പർച്ചേസ് മുന്നേ ഉള്ള ചെടികളൊക്കെ കുറച്ച് സെയിലിന് അധികം വന്നതും മാറ്റി വെച്ചിട്ടുള്ളതുമായിട്ടൊക്കെയുള്ള ഹെൽത്തി ആയിട്ട് ഒരുവിധം ഹെൽത്തി ആയിട്ടിരിക്കുന്ന കിളിർപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതും എന്നാൽ മോശമല്ലാത്ത ചെടികളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളതൊരു ഗിഫ്റ്റായിട്ടോ അല്ല ഒരു ഓഫറായിട്ടോ ഒന്നും കരുതണ്ട. ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ പിടിപ്പിച്ചെടുത്തോളൂ എന്നുള്ള രീതിയിൽ ഞാൻ വെക്കുന്നതാണ്. അത് നമ്മുടെ ഈ ചെറിയ കോംബോ ബഡ് കോംബോ വാങ്ങുന്നവർക്കുള്ള ഒരു ഓഫറെന്ന് പറയണ്ട, അതൊരു എനിക്കൊരു സന്തോഷത്തിന് ഞാൻ വെക്കുന്നൊന്നും. പിന്നെ മാത്രമല്ല എനിക്ക് കുറച്ച് സ്ഥലം ഒഴിഞ്ഞ് കിട്ടും, അതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ അത് വിലയിടാനോ അതിനും വേണ്ടിയൊന്നുമില്ല. ചെറിയ ചെടികളാണ്. ചിലപ്പോൾ അത് ഒരുവിധം ചെറിയ ചെടികൾ പിടിപ്പിച്ചെടുക്കുന്നവർക്ക് ഈസിയായിട്ട് പറ്റുന്നതായിരിക്കാം. പിന്നെ വലിയ വെറൈറ്റികൾ അങ്ങനെയൊന്നും കരുതരുത്. ഏതെങ്കിലുമൊക്കെ ഇവിടെ ഇരിക്കുന്നത് 1ഓ 2ഓ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വിടുന്നതായിരിക്കും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കാണുന്നത് ഇതും ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിംഗിളായിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്, കോംബോ ആയിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെയും ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ പീച്ച് റോസാണ്. അതുപോലെ ഇതിനകത്ത് റെഡ് ബട്ടൺ റോസും സമ്മർ സ്നോ റോസും അതുപോലെ നമ്മുടെ ജസ്റ്റ് ഇമാജിൻ എന്ന് പറയപ്പെടുന്ന ഒരു ടൈഗർ റോസുണ്ട്. വൈറ്റും മെറൂണും കൂടി ചേർന്ന് വരുന്ന നമ്മുടെ ഒരു ടൈഗർ റോസ് ഉണ്ട്. അതായത് ബലൂൺ റോസ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത്. അതും നമുക്ക് ഈ ചെറിയ ചെടിയുടെ സെക്ഷനിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് യെല്ലോ 7 ഡേയ്സ് അല്ലെങ്കിൽ നാടൻ 7 ഡേയ്സിൻ്റെ പ്ലാന്റ് അതെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇത്രയും കൂടി 5 എണ്ണത്തിൻ്റെ ഒരു കോംബോയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാർട്ടിൽ. ഇതാണ് ജസ്റ്റ് ഇമാജിൻ അല്ലെങ്കിൽ ബലൂൺ റോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത്. ചെറിയ ചെടികളാണ്, ചെറിയ കവർ ചെടികളാണ്. പക്ഷേ എല്ലാം ഒരുവിധ ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമ്മൾക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. സാധാരണ നമുക്ക് ചെറിയ ചെടികൾ തീരെ ചെറുതായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ കാണിക്കാനും വേണ്ടിയൊന്നും ഉണ്ടാകത്തില്ല. നമ്മളെല്ലാം 30 രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും കോംബോ ആയിട്ടും അല്ലെങ്കിൽ സിംഗിളായിട്ട്, ഇത് കുറേ പേരെല്ലാം സിംഗിളായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുന്നവർക്ക് ഇതെല്ലാം കാണാൻ പറ്റും. പീച്ച് റോസ്, നാടൻ പീച്ച് റോസ് ചെറുതെല്ലാം നമുക്ക് വന്നിട്ട് കുറേ നാളുകളായി. ഇപ്പോൾ കുറേ പേർ അത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോംബോ ആയിട്ട് വേണം എന്നുള്ളവർ കോംബോ ഏതൊക്കെ പ്ലാന്റ് ആണെന്നുള്ളത്, ഏതൊക്കെ ഫോട്ടോസ് ആണെന്നുള്ളത് ഞാൻ കാറ്റലോഗിൽ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫോട്ടോയും കൂടെ കൊടുത്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം നാടൻ ചെടികളാണ്. ഇത് 5 എണ്ണത്തിൻ്റെ ഒരു കോംബോ ആണ്. 199 ആണ് അതിൻ്റെ റേറ്റ്, പ്ലസ് CC വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ അതുപോലെ ഞാൻ എക്സ്ട്രാ പ്ലാന്റ് വെക്കുന്നത് ബഡ് റോസ് കോംബോ വാങ്ങുന്നവർക്ക് മാത്രമല്ല, എൻ്റെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ പേർക്കും, അതായത് ഈ ഒരു വീഡിയോയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ പേർക്കും തന്നെ ഞാൻ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് ഞാൻ വെക്കും. അത് ഏതാണെന്നോ എന്താണെന്നോ അങ്ങനെ ഒന്നും ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം പലതിലും പൂക്കളും ഒന്നും തന്നെ ഇല്ല. ചിലപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടാത്തതായിരിക്കാം, വേണ്ടുന്നതായിരിക്കാം. അത് ഒന്നും ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല. നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പിടിപ്പിച്ചെടുക്കൂ എന്ന് പറഞ്ഞ് ഞാനൊരു സന്തോഷത്തിന് വെക്കുന്നതാണ്. അതൊരു ഓഫറോ കാര്യങ്ങളോ ഒന്നുമല്ല, അത് എനിക്കും കൂടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ യെല്ലോ 7 ഡേയ്സിൻ്റെ പ്ലാന്റ് സൈസ്. പിന്നെ അതുപോലെ പച്ച റോസ്, ഗ്രീൻ റോസ് വേണ്ടുന്നവർക്ക് അതും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിതിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെടികളും പൂക്കളും ഇഷ്ടമുള്ള, പ്രത്യേകിച്ചും റോസ് വെറൈറ്റീസ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കൂ.
അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ എല്ലാ വീഡിയോസിലും ഗ്രൂപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ ഇതൊക്കെയാണ് ഓർഡർ ചെയ്ത പ്ലാൻസ് എല്ലാം തന്നെ ഈ വരുന്ന ആഴ്ച വ്യാഴത്തിനുള്ളിലാണ് അയക്കാൻ കഴിയുന്നത്. ഈ വ്യാഴത്തിനുള്ളിൽ അയക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്ന ചിലതെല്ലാം ചിലപ്പോൾ അടുത്ത വ്യാഴത്തിനുള്ളിൽ, അതായത് അടുത്ത ആഴ്ച തിങ്കൾ ചൊവ്വയൊക്കെ എനിക്ക് അയക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായിരുന്നാലും നിങ്ങൾക്ക് മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. സ്നേഹപൂർവ്വം ഹാദിയ.